അപ്പോൾ മോഹൻലാൽ തുറന്ന് പറയുന്നില്ല. അത് പറയാത്തത് അദ്ദേഹം പിന്നെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഞാനിതറിയാൻ തന്നെ കാരണം അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നിറയെ മുഖക്കുരു കണ്ടിട്ട് അവളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഈ മുഖത്ത് മുഴുവൻ തന്നെ ഈ മൂത്രം പുരട്ടിയാൽ മതി, നിന്റെ മൂത്രം പുരട്ടണം. ആദ്യം കുട്ടി ഞെട്ടിപ്പോയി. പിന്നീട് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മോഹൻലാൽ പറഞ്ഞു, ഞാൻ മൂത്രം കുടിക്കാറുണ്ട്, എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്. ഒരു പുസ്തകം മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്, അതിനെടുത്ത് വായിച്ചു നോക്കുന്നു. എന്നാൽ ഇത്രയും പറഞ്ഞപ്പോൾ ഇവർ കുടിച്ചില്ലെങ്കിലും ഈ പെൺകുട്ടി മുഖത്ത് പുരട്ടുക മാത്രമാണ് ചെയ്തത്. അതിലൂടെ അവരുടെ മുഖം വളരെ മുഖക്കുരുവൊക്കെ പൂർണ്ണമായിട്ട് മാറി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുഖമായിട്ട് മാറി. അപ്പോൾ ഈ കാര്യം ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞാണ്. വിളിച്ചു പറയാൻ കാരണം അവർക്കുള്ള ഒരു അസുഖം ഇതുകൊണ്ട് മാറുമോ എന്ന് ഇതിൽ നിന്ന് വിശ്വാസം വന്നതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞാണ്. പിന്നെ ഈ പുസ്തകം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്ത ഒരാൾ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞാണ് ഞാനാണ് പുസ്തകം കൊടുത്തതെന്നുള്ളത്. ആ പുസ്തകം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സംവിധായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ ഒരാളുണ്ടല്ലോ, ഒരു സംവിധായകൻ, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പേര് പറഞ്ഞു, മേജർ രവി. മേജർ രവിയും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 25 കൊല്ലമായിട്ട് മൂത്രം കുടിക്കുന്ന ആളാണ്. നമ്മൾ ഈ പ്രചരണം തുടങ്ങുന്നതിനൊക്കെ മുമ്പേ ഞാൻ മൂത്രം കുടിക്കുന്ന ആളാണെന്ന് മേജർ രവി പറഞ്ഞു എന്നാണ് ഇദ്ദേഹം എന്നോട് വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഒരു ഡാൻസ് മാസ്റ്റർ, സിനിമയിൽ ഡാൻസ് മാസ്റ്റർ ആയിട്ടുള്ള ഒരാൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അതൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഇത്രയും ആധികാരികമായ വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് അദ്ദേഹം തന്നെ നമ്മുടെ കൊല്ലം സുളസി ചേട്ടൻ പറഞ്ഞതുപോലെ തുറന്നു പറയുകയാണെങ്കിൽ അത് നമുക്ക് മുഴുവൻ എല്ലാ ജനങ്ങൾക്കും ഗുണകരമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.